വിശദമായ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 6 നാൾ മാത്രം. മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട പ്രചാരണം മറ്റന്നാൾ ആരംഭിക്കും. കൊച്ചിയിലെ വിമതരെ കോൺഗ്രസ് പുറത്താക്കി. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടെന്ന് UDF ആരോപിച്ചു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച ബാക്കി നിൽക്കെ മുന്നണികൾ പ്രചാരണം സജീവമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം ഘട്ട പ്രചാരണം മറ്റന്നാൾ കൊല്ലത്ത് നിന്ന് ആരംഭിക്കും. കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. പ്രസ് ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന സംവാദത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ UDFന്റെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് വാർഡിലെ CPM സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്ഥാനാർത്ഥി ഷീതു ശിവേശന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെ 20ാം ഡിവിഷനിലെ 1ാം നമ്പർ ഭാഗത്ത് 977 സീരിയൽ നമ്പർ പ്രകാരം വോട്ടും, അതേ വാർഡിൽ 2ാം പാർട്ടിൽ 1425 പ്രകാരം വോട്ടാണ്. CPMന്റെ സ്ഥാനാർത്ഥിക്ക് പോലും 2 വോട്ടാണ്. എന്നാൽ പരാതി നിയമപരമായി നിലനിൽക്കില്ലെന്ന് CPM പ്രാദേശിക നേതൃത്വം പറയുന്നു. 2 ബൂത്തിൽ വോട്ടുള്ളത് അറിയില്ലായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി ഷീതു ശിവേശും മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബൂത്ത് 1ലാണ് ചെയ്തിരുന്നത്. അതിനെ പറ്റിയാണല്ലോ ഇത് കൊടുത്ത സമയത്തു ഒക്കെ അതാണ് കൊടുത്തത്. ഞാൻ ഇതിനെ പറ്റി അത്ര അന്വേഷിച്ചിട്ടില്ല, നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പാണ് അറിയുന്നത്. ഇപ്പോൾ ഉച്ചയായപ്പോഴാണ് ഞാൻ ഈ സംഗതിയൊക്കെ അറിയുന്നത്. ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. അതിനിടെ കൊച്ചിയിലെ 4 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. പ്രതിപക്ഷ നേതാവ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിലും വഴങ്ങാതിരുന്നതോടെയാണ് നടപടി. കണ്ണൂരിൽ LDF നടത്തുന്നത് വർഗീയ പ്രചാരണമാണെന്ന് UDF ആരോപിച്ചു. ആദികടലായ ഡിവിഷനിൽ റിജിൽ മാക്കുറ്റിക്കെതിരെ വർഗീയ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി UDF നേതൃത്വം ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.